ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ കുറേ നാൾക്ക് ശേഷം അതാ നമ്മുടെ ഖലീഫ ഫസ്റ്റ് ഷോ കാണാൻ പോയതാണ്. കറക്റ്റ് ഇറങ്ങി കുറച്ച് പകുതി എത്തിയപ്പോഴത്തേക്കും മഴ. ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഞാൻ തിയേറ്ററിലെത്തുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്നപ്പോൾ ഗംഭീരാഘോഷം കേട്ടോ. ഗംഭീരാഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക, ഒരു 8-8:45 ആയപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ എത്തി. 9 മണിക്കാണ് നമുക്ക് ഷോ തുടങ്ങുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ആ സമയത്ത് അവിടെ എത്തുന്നത്. ജനസാഗരമായിരുന്നു തിരിച്ചിറങ്ങുന്ന സമയത്ത്. പിന്നെ പരിചയമുള്ള ഒരുപാട് പേരെ കാണാം, കുറേ നാളായിട്ട് കാണാമായിരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ കാണാം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഷെഫ് പിള്ളച്ചേട്ടനാണ്. പാവം, ഞാൻ ഇരുട്ടത്താണ്, നമുക്ക് പുറത്ത് പോയിട്ട് ഒന്നുകൂടി എടുക്കാം കേട്ടോ എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എനിക്കൊന്ന് എൻ്റെ കോളേജിലാണെങ്കിലും ഒരുപാട് പേര് ഇന്നത്തെ ഈ ഷോ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ടിക്കറ്റ് കിട്ടല്ല. പക്ഷേ എൻ്റെ പൊന്നുവിൻ്റെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. സിനിമ തുടങ്ങി ലാസ്റ്റ് വരെ ഒരേ റൊമാൻറ്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ സീക്വൻസ് കൊണ്ടാണെങ്കിലും BGM കൊണ്ടാണെങ്കിലും ഓരോന്നും എടുത്ത് പറയണമെങ്കിൽ സ്പോയിലറായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത. എനിക്ക് വേറെ കുറച്ചുകൂടി സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര ഒരു സസ്പെൻസായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് എത്രയായിരുന്നു ആവേശം, അതിൻ്റെ 100 ഇരട്ടിയായിരുന്നു സിനിമ കഴിഞ്ഞതിന് ശേഷം. തിയേറ്ററൊക്കെ ഇങ്ങനെ ഇളകി മറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിരുന്ന സീറ്റിൻ്റെ 2 സീറ്റിൻ്റെ മുന്നിലായിരുന്നു നമ്മുടെ ആക്ടർ രാജുവേട്ടൻ ഇരുന്നത്. ശരിക്കും ഇൻ്റർവെല്ലിനാണെങ്കിലും ആൾക്കാരുടെ തള്ളിക്കയറ്റം കാരണം അങ്ങോട്ട് പോകാനോ ആ സൈഡിലോ ഒന്നിനും പറ്റിയിരുന്നില്ല. അതിന് സിനിമ തീർന്നതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഇരുന്ന് താഴ്ന്നും മുകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ ഒരു ഗ്യാപ്പും ഇല്ലാത്ത, നിന്ന സ്ഥലത്തുനിന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്കായിരുന്നു പുള്ളിയുടെ അടുത്തോട്ട് ആൾക്കാർ ഇടിച്ചു കയറിക്കൊണ്ടിരുന്നത്. എന്നാലും പുള്ളി പോകുന്നത് വരെ ആ സൈഡിലിരിക്കുന്ന ആർക്കും അനങ്ങാൻ പറ്റൂല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. മാത്രമല്ല പുള്ളിയുടെ ഫേസും കിട്ടൂല എന്നുള്ളത് 100% ഉറപ്പായി. ഞാൻ ആരുടെയെങ്കിലും ഒരു ഫാനാണ് എന്നുണ്ടെങ്കിൽ അത് പണ്ട് തൊട്ടേ പൃഥ്വിരാജ് എന്നുള്ളൊരു നടൻ്റെ മാത്രം ഫാനാണ്. ബാക്കി എല്ലാ ആക്ടേഴ്സിനും ഒരേ കണക്കിന് ഇഷ്ടമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അമിതമായിട്ടുള്ള, കാരണം അത് പുള്ളിയുടെ വ്യക്തിത്വത്തിനോടുള്ളൊരു ഇഷ്ടമാണ്. നിന്ന സ്ഥലത്തുനിന്ന് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ സൈഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ വിടൂല എന്ന് മനസ്സിലായപ്പോൾ ഒന്ന് ഫേസ് കിട്ടാനാ. സിനിമ ഓണം മാത്രമല്ല 2-3 മാസം അങ്ങ് തൂക്കിക്കുമെന്ന് തന്നെ ഉറപ്പായി എന്നുള്ളതാണ്. അങ്ങനെ ഇതാ കൺമുമ്പിൽ കൂടി നമ്മുടെ രാജുവേട്ടൻ പോകുന്നു. ഓരോരുത്തരായിട്ട് പോകുന്നു. ഏത് തിയേറ്ററിൽ ചെന്നാലും എല്ലാം കൊണ്ടും ഫ്രണ്ടിൽ തന്നെ കാർ ഇടാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടും എന്ന വനിതാ വിനീതയിലാണെങ്കിൽ ഇവിടെ മിക്കുള്ള ദിവസങ്ങളിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ഫ്രണ്ടിൽ തന്നെയാണ് സ്ഥലം കിട്ടാറുള്ളത്. ഇവിടെയും തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളുടെ രാജകുമാരിയെ പോലെ എൻ്റെ ക്രെറ്റ കിടക്കുന്നത്. ചില ദിവസങ്ങളിൽ ലാസ്റ്റ് വരണമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആദ്യമാണ് വന്നത്. എന്നിട്ടും എനിക്കവിടെ സ്പേസ് തന്നു എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ധന്യമായി എന്ന് വേണം പറയാം. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഈ മാസം തൊട്ട് ആഗസ്റ്റ് 1 തൊട്ട് ദൈവം ഓരോന്നായിട്ട് ഇങ്ങനെ നടത്തി തന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റാണ് എൻ്റെ പഴയ ട്രെയിൻ. അതിൻ്റെ കൂടെ ഓരോന്ന് ഇങ്ങോട്ട് ഓരോന്ന് വരുന്നതാണ്. ഞാനൊന്നും അങ്ങോട്ടായിട്ട് ആരോടും വിളിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ, അറിയില്ല, ഇത്രയും വർഷം ദൈവം അനുഭവിപ്പിച്ചിട്ട് ലാസ്റ്റ് തരുന്ന സന്തോഷം മരിക്കാനങ്ങനെ പോകുന്നത് എന്തോ ഗെയ്സ് അറിയില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ഹാപ്പിയാണ്. ഇവരോടൊക്കെ എന്തെങ്കിലും ഇനി ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് ജീവിതത്തിൽ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. അത് ഇത്തിരി അത്യാഗ്രഹമാണ്, എങ്കിലും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാമല്ലോ. അപ്പം പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കൊട്ട വെയിൽ. രാവിലെ നല്ല മഴയായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. ഞാൻ എൻ്റെ രാജകുമാരിയിൽ കയറി രാജകുമാരിയോടൊപ്പം പോവുകയാണ്. അപ്പോൾ ഗെയ്സ്, നിങ്ങളെല്ലാവരും പോയി ഖലീഫ കാണുക. ഇഷ്ടമുള്ളവരെല്ലാം പോയി കാണുക. നിങ്ങൾക്ക് എന്തായാലും പൈസ വസൂലാണ്. ഒരു കാരണവശാലും നഷ്ടം വരില്ല എന്ന് 100-ൽ 150% എൻ്റെ ഉറപ്പ്. അപ്പോൾ ബൈ.